പിന്നെ കുടുംബം ഏറ്റവും മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അണ്ടർവെയർ അടിച്ചോണ്ടിടത്ത് പോയില്ല മാഷേ. ഇനി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാഷിനെ ദയവായിട്ട് എത്തിച്ചതാ. തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ സൂക്ഷിച്ചോളണം, സൂക്ഷിക്കണം കേട്ടോ എല്ലാവരോടും. ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, അറിവില്ല പ്രായത്തിൽ ഒരു പറ്റിപ്പോയി. ആദ്യം കിടന്നെങ്കിൽ മെഴുകണ്ട വിട്ടേ. ഇത്ര കൊച്ചിനും അറിയാൻ പറ്റും, ഇത്രയുള്ള കൊച്ചിനും പോലും അത് കണ്ടാ അറിയാൻ പറ്റും. വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയത്. ആ ശരി ശരി. അങ്ങനെയല്ല, അത് തിരിച്ചു തന്നോ? കൊണ്ടുതന്നു, കൊണ്ടുതരും. എല്ലാ ആഴ്ചയും കൊണ്ടുതരും. അതായത് ചീട്ടി കൊണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുതരും. ഹലോ, ആ ഒരു കുറ്റബോധത്തിലാണ് ആ കുട്ടി ഇപ്പൊ വസ്ത്രങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത്. സാറേ ഇതൊരു ഫോബിയാണ്, അണ്ടർവെയറോഫോബിയ എന്ന് പറയുന്ന രോഗത്തിന് ആ കുട്ടി അടിമയാണ്. ഏതായാലും എന്റെ കാര്യത്തിൽ തീരുമാനമായി. നേരത്തെ അഖിലേന്ന് വിളിച്ചപ്പോ എന്തായിരുന്നു ഇവിടെ കിടന്നിട്ടുള്ള ഇളക്കം. അപ്പൊ ഞാൻ പറഞ്ഞു സത്യങ്ങൾ മറന്നീക്കി പുറത്തു വരും. മാഷേ ദയവായിട്ട് എത്തിച്ചാട്ടോ. എവിടെ മാത്രമല്ല എന്റെ സ്റ്റുഡൻസ്, പാർവതി ചേച്ചി, ജയറാമിന്റെ ഭാര്യ പാർവതി ചേച്ചിയും ഉഷ ഒക്കെ എന്റെ സ്റ്റുഡൻസ് ആണ്. പിന്നെ നയൻതാര ഒരു 3 മാസം വന്ന് പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കൊണ്ടുപോയത് ഇയാള് മാത്രമേ. ഒരു കാര്യമുണ്ട്, അവരൊക്കെ എന്റെ സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. എവിടെ എന്റെ കൊച്ചുമോളായിട്ടാണ് ഞാൻ. ഇത് പറഞ്ഞെന്നും പറഞ്ഞ് എന്റെ കുട്ടിയെ പരസ്യമായിട്ട് അണ്ടർവെയർ ഇല്ല സാർ, നമ്മൾ കുറച്ച് പേര് മാത്രമേ അറിയുള്ളൂ, പുറത്തു പോയില്ല. പിന്നെ ഒരു 3.5 കോടി മലയാളികൾ, 3.5 കോടി മലയാളികൾ. അതിപ്പോ വളരെ കുഞ്ഞു പ്രായത്തിൽ മാഷിന്റെ വീടിന് തിരിച്ചു പോകുമ്പോ സ്വന്തം വസ്ത്രയിടങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ എടുത്തോണ്ട് പോയി. അത്ര ഒരു അബദ്ധം. പടം എന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നത് കാരണം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ചെറിയ സ്നേഹം, ഒരു ആദരം നമ്മൾ സാറിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാര്യം 50,000 വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു കലാകാരൻ നമ്മുടെ ഈ വേദിയിൽ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ തീർച്ചയായിട്ടും സാറിന് വേണ്ടിയിട്ട്. 50,000 വേദികളിൽ ക്ലാസിക്കൽ ഡാൻസും 1,00,000 വേദികളിൽ ഡാൻസ് ഡ്രാമയും. താങ്ക് യു സാർ. അത് മാത്രമല്ല ഷാജു ചേട്ടാ, നമ്മളുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു സ്നേഹം, ഒരു ആദരം നമ്മൾ സാറിനെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ചെയ്യണം.